Good morning, students. Today we are going to discuss the third module of Design of Concrete Structures 1. In second module, we discussed about the shear design. Okay, shear stirrup എങ്ങനെയാണ്, അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഡെവലപ്മെൻറ്റ് ലെങ്ത്ത്, ബെൻഡപ്പ് ബാർ, ബോണ്ട് സ്ട്രെസ്, ഇതൊക്കെയായിരുന്നു നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്തത്. തേർഡ് മോഡ്യൂളിലോട്ട് വരുമ്പോൾ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ ഡിസൈൻ ഓഫ് ബീം അല്ലേ, ഹൊറിസോണ്ടലി നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ സ്ട്രക്ചറൽ കോളത്തിൽ നിന്ന് മറ്റൊരു കോളത്തിലേക്ക് ഹൊറിസോണ്ടലി കണക്ട് ചെയ്യുന്ന ഒരു മെമ്പറാണ് ബീം അല്ലേ. അപ്പോൾ ബീമിൻ്റെ ഡിസൈനാണ് നമുക്ക് നോക്കാനുള്ളത്. വി ഹാവ് 3 ടൈപ്സ് ഓഫ് ഡിസൈൻ. ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ദ സിംപ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് തന്നെ സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമും ഉണ്ട്, ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീമും നമുക്ക് പഠിക്കാനുണ്ട്. ഇൻ ദ കേസ് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ആണെങ്കിൽ ഒരു സൈഡിൽ ഐദർ കംപ്രഷൻ അല്ലെങ്കിൽ ടെൻഷൻ സൈഡിൽ മാത്രം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അത് ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീമാണ്. ഡബിളി റീഇൻഫോഴ്സ്ഡ് ബീമിൽ ഇൻ ബോത്ത് സൈഡ്, അതായത് കംപ്രഷൻ സൈഡിലും ടെൻഷൻ സൈഡിലും നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യും, റീഇൻഫോഴ്സ്മെൻറ്റ് ബാറുകൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെയുള്ളതാണ് ക്യാൻറ്റിലിവർ സപ്പോർട്ടഡ് ബീം. നമുക്കറിയാം ക്യാൻറ്റിലിവർ എന്ന് പറയുമ്പോൾ എന്താണ്, വൺ ആൻഡ് ഫിക്സഡ് ആയിട്ടുള്ളൊരു ബീം അല്ലേ. അങ്ങനെയുള്ള ബീമിൻ്റെ ഡിസൈനും പഠിക്കാനുണ്ട്. ആ ഒരു ബീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് ബെൻഡ് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ ഡയഗ്രം നോക്കുകയാണെങ്കിൽ ഫ്രീ എൻഡ് വളഞ്ഞ് താഴോട്ട് വരും അല്ലേ, ബെൻഡ് ചെയ്ത് താഴോട്ട് വരും. അപ്പോൾ അതിൻ്റെ മുകളിലായിരിക്കും എന്തുണ്ടാവുക, ടെൻഷനും താഴെ കംപ്രഷനും ആയിരിക്കും. അങ്ങനെയാണ് ക്യാൻറ്റിലിവർ ബീം ഉണ്ടാവുക, മുകളിൽ ടെൻഷനും താഴെ കംപ്രഷനുമായിട്ട്. അപ്പോൾ എവിടെയായിരിക്കും മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ പ്രൊവൈഡ് ചെയ്യുക, ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ടെൻഷൻ സൈഡിൽ, അതായത് മുകളിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഏതിൽ, ക്യാൻറ്റിലിവർ സപ്പോർട്ടഡ് ബീമിൽ. ദെൻ ബിഫോർ ഗോയിങ് ടു ദ ഡിസൈൻ പ്രോബ്ലം വി വിൽ ഡിസ്കസ് ദ ഡിസൈൻ പ്രൊസീജിയർ. നമുക്ക് ആദ്യം പ്രൊസീജിയർ കാണാം, എന്നിട്ട് ഡിസൈനിലോട്ട്. അപ്പോൾ കുറച്ചുകൂടി സിമ്പിളായിരിക്കും. പ്രൊസീജിയർ സ്റ്റാർട്ടിങ് വിത്ത് ഗിവൺ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യുക. സ്റ്റെപ്പ് 1 വി ഹാവ് ടു മെൻഷൻ ദ ഗിവൺ ഡീറ്റെയിൽസ്. ഇൻ സ്റ്റെപ്പ് 2 വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഇഫക്റ്റീവ് ഡെപ്ത്. ഡിസൈൻ ചെയ്യുമ്പം അത് നമുക്കതിൻ്റെ ഇഫക്റ്റീവ് ഡെപ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇഫക്റ്റീവ് ഡെപ്ത് ഇസ് ഫൗണ്ട് ഔട്ട് ബൈ റെഫറിങ് ടു ക്ലോസ് 23.2.1 ഓഫ് IS 456/2000. ഈ ഒരു ക്ലോസിൽ നമുക്ക് കാണാൻ പറ്റുന്ന 3 കണ്ടീഷൻസ് അവർ തരുന്നുണ്ട്. ഇൻ ദ കേസ് ഓഫ് സിംപ്ലി സപ്പോർട്ടഡ് ബീം, സ്പാൻ ടു ഡെപ്ത് റേഷ്യോ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20. ആൻഡ് ഫോർ ദ ക്യാൻറ്റിലിവർ ബീം ആണെങ്കിൽ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 7. ആൻഡ് ഫോർ കണ്ടിന്യൂസ് ബീം ദ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 26. ഇങ്ങനെ 3 കേസുകൾ ക്ലോസ് 23.2.1 പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം സ്പാൻ ടു ഡെപ്ത് റേഷ്യോ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20. That means span to depth ratio should be less than 20. അല്ലേ, should not be greater than എന്ന് പറയുമ്പോൾ it should be less than 20. അപ്പോൾ L/D ratio should be less than 20 എന്ന് പറയുമ്പം for the purpose of safety we can take that value in between 12 to 15. നമുക്ക് ഇഷ്ടമുള്ള 20നേക്കാളും കുറഞ്ഞൊരു വാല്യൂ വന്നാൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് സേഫ്റ്റിക്കും അതായത് ഡിസൈൻ കുറച്ചുകൂടെ റീഡിസൈൻ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വിൽ ടേക്ക് ദ വാല്യൂ ഇൻ ബിറ്റ്വീൻ 12 to 15. അപ്പം L/D ratio should be in between 12 to 15. ദെൻ ദ തേർഡ് സ്റ്റെപ്പ്, നമ്മൾ ഡെപ്ത് കണ്ടുപിടിച്ചു. അടുത്ത് എന്താണ്, വിഡ്ത്ത് ഓഫ് ബീമാണ്. ഓക്കെ, വിഡ്ത്ത് എന്ന് പറയുന്നത് 1/3 to half ഓഫ് ദ ഡെപ്ത്. ഡെപ്തിൻ്റെ, അതായത് നമ്മൾ മുന്നത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച ഡെപ്തിൻ്റെ ഹാഫോ അല്ലെങ്കിൽ 1/3 ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും എന്തായിട്ട് എടുക്കുക, വിഡ്ത്തായിട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് എ കാൽക്കുലേഷൻ ഓഫ് ഇഫക്റ്റീവ് സ്പാൻ. നമുക്ക് ഡെപ്തായി, വിഡ്ത്തായി, ദെൻ സ്പാനും കൂടെ, ലെങ്ത്തും കൂടെ. നമുക്കൊരു 3Dയിലുള്ളൊരു റെക്റ്റാങ്കിൾ, ഒരു ക്യൂബോയിഡിനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ലെങ്ത്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് വേണം. അതേപോലെ തന്നെ ഇവിടെ ലെങ്ത്ത്, ബ്രെഡ്ത്തും ഡെപ്ത്തും വേണം. അപ്പോൾ നമുക്ക് ലെങ്ത്തും കൂടെയാണ് ഇനി കണ്ടുപിടിക്കാനുള്ളത്. ലെങ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്ലിയർ സ്പാൻ പ്ലസ് ഡെപ്ത് ഓർ ദ മിനിമം ഓർ ക്ലിയർ സ്പാൻ പ്ലസ് സപ്പോർട്ട് വിഡ്ത്ത്. ഓക്കെ, ഈ ഒരു 2 കാര്യങ്ങൾ, ക്ലിയർ സ്പാൻ പ്ലസ് ഡെപ്തോ അല്ലെങ്കിൽ ക്ലിയർ സ്പാൻ പ്ലസ് സപ്പോർട്ട് വിഡ്ത്തോ, രണ്ടിൻ്റെയും വാല്യൂയുടെ മിനിമം വാല്യൂ, അതിൽ രണ്ടിൽ ഏതാണോ ചെറിയ വാല്യൂ അതായിരിക്കും നമ്മൾ എഫക്റ്റീവ് സ്പാനായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ സ്പാനും എഫക്റ്റീവ് സ്പാനും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ക്ലിയർലി ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഇസ് എ കാൽക്കുലേഷൻ ഓഫ് അൾട്ടിമേറ്റ് ലോഡ്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്തൊക്കെ കണ്ടുപിടിച്ചു, ഗിവൺ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തു, ഡെപ്തും വിഡ്ത്തും ലെങ്ത്തും 3 ജോമെട്രിക്കലായിട്ടുള്ള പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ചു. ഇപ്പോൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ ബീം എന്ത് ക്യാരി ചെയ്യുന്നുണ്ടാവും, ലോഡ് ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലോഡും കൂടെ കണ്ടുപിടിക്കണം. ലോഡ് എന്ന് പറയുന്നത് ജനറലി ഡെഡ് ലോഡിൻ്റെയും ലൈവ് ലോഡിൻ്റെയും സമ്മാണ് അല്ലേ. അതുകൂടാണ്ട് ഇഫ് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കുകയാണ് ഫ്ലോർ ഫിനിഷ് ലോഡ്, അതായത് അതിന് മുകളിൽ വരുന്ന ഫിനിഷിങ് പർപ്പസ് ലൈക്ക് ടൈൽ അല്ലെങ്കിൽ ഗ്രാനൈറ്റ്, അങ്ങനെ ഫിനിഷിങ്ങും കൂടെ കൺസിഡർ ചെയ്യണമെന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ വി ഹാവ് ടു കൺസിഡർ ഫ്ലോർ ഫിനിഷ് ലോഡ് വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 kN/m². അല്ല എന്നുണ്ടെങ്കിൽ ഡെഡ് ലോഡും ലൈവ് ലോഡും മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഡെഡ് ലോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൽഫ് വെയിറ്റ് ആണ് മെയിനായിട്ട് എടുക്കുക, ദാറ്റ് ഈസ് ρ BD.
റോ എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ്. ആർ സി സിയുടെ ഡെൻസിറ്റി 25 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ്. ബി എന്ന് പറയുന്നത് വിഡ്ത്ത് ആണ്. ഡി എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത്. ഓക്കെ, ദാറ്റ് വിൽ ഗിവ് യു സെൽഫ് വെയ്റ്റ്. ദെൻ ലൈവ് ലോഡ് വിൽ ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ഐദർ ഗിവൺ ആസ് ലൈവ് ലോഡ് ഓർ സൂപ്പർ ഇമ്പോസ് ലോഡ് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തരികയാണെങ്കിൽ ദാറ്റ് ഇസ് ലൈവ് ലോഡ്. ദെൻ ആഡ് ചെയ്യുക, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് പ്ലസ് ഫിനിഷിംഗ് ലോഡ് വിൽ ഗിവ് യു ദ ടോട്ടൽ ലോഡ്. ദെൻ നമുക്ക് ഡിസൈൻ പർപ്പസിന് വേണ്ടിയിട്ട് ടോട്ടൽ ലോഡ് അങ്ങനെ തന്നെ എടുക്കരുത്, നമുക്കതിനെ അൾട്ടിമേറ്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. അൾട്ടിമേറ്റ് ലോഡായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുക? ഹൗ ടു മൾട്ടിപ്ലൈ ബൈ ദ ഫാക്ടർ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ലോഡ് അൾട്ടിമേറ്റ് ലോഡായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഡ് കണ്ടുപിടിച്ച് ലോഡിനെ അൾട്ടിമേറ്റ് ലോഡാക്കി എടുക്കും. എന്തിനു വേണ്ടിയാണ്? ഡിസൈനിന് വേണ്ടിയിട്ട് നമുക്ക് അത് സേഫ്റ്റി ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൾട്ടിമേറ്റ് ലോഡ് എടുക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ലോഡ് കഴിഞ്ഞാൽ അടുത്ത് എന്താണ്? ബെൻഡിങ് മൊമെൻറ്റിലോട്ട് പോകണം അല്ലേ? മൊമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ മുന്നത്തെ മൊഡ്യൂളിൽ ചെയ്ത പോലെ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ലിമിറ്റിംഗ് മൊമെൻറ്റ് ആൻഡ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എം യു ലിമിറ്റും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വി ഹാവ് ടു കമ്പയർ ബിറ്റ്വീൻ ദം വിച്ച് വൺ ഈസ് ഗ്രേറ്റർ, വെദർ ദ സെക്ഷൻ ഈസ് ഓവർ റീഇൻഫോഴ്സ്ഡ് ഓർ അണ്ടർ റീഇൻഫോഴ്സ്ഡ് എന്നുള്ളതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഡിസൈൻ ഫർദർ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യം എം യു ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് എ യു ഡി എൽ. സാധാരണ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ യു ഡി എൽ ലോഡ് കൊടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന മൊമെൻറ്റ് എത്രയായിരിക്കും? WU × L²/8 അല്ലേ? സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ യു ഡി എൽ വരുമ്പം മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് WL²/8 ആണ്. അപ്പോൾ നമുക്ക് എത്രയാണ് മൊമെൻറ്റ് MU കിട്ടുക? WU × L_effective²/8 ചെയ്യുക. ദെൻ ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് അതിന് 3 ഇക്വേഷൻസ് ദാറ്റ്സ് കറസ്പോണ്ടിങ് ടു 3 ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റിന് ഗ്രേഡ് ഓഫ് സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ലിമിറ്റിംഗ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് നമ്മൾ ഓൾറെഡി ഇൻ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഫോർ FE 250 ദ വാല്യൂ ഓഫ് MU ലിമിറ്റ് ബൈ FCK/BD² ഈസ് ഈക്വൽ ടു 0.148. ദെൻ ഫോർ FE 450 500 വാല്യൂസ് നമുക്ക് ഇറ്റ്സ് ഗിവൺ ഇൻ ദ സ്ലൈഡ്. ദെൻ ഈ ഒരു ലിമിറ്റിംഗ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലിമിറ്റിംഗ് മൊമെൻറ്റും MU ആൻഡ് MU ലിമിറ്റ്സ് ആർ കമ്പയർഡ്. ദെൻ ഇഫ് ഇറ്റ് ഇസ് MU ഇസ് ലെസ് ദാൻ MU ലിമിറ്റ്, MUവിൻ്റെ വാല്യൂ MU ലിമിറ്റിനേക്കാളും കുറഞ്ഞ വാല്യൂ ആണ്, വി ഹാവ് ടു ദർസ് നോ നീഡ് ഫോർ റീഡിസൈൻ, വി ക്യാൻ പ്രൊസീഡ്. നമുക്ക് അതേ വാല്യൂ വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യാം, റീഡിസൈൻ ചെയ്യേണ്ട. സപ്പോസ് MU ഈസ് ഗ്രേറ്റർ ദാൻ MU ലിമിറ്റ്, ലിമിറ്റിംഗ് മൊമെൻറ്റിനേക്കാളും നമ്മുടെ മൊമെൻറ്റിൻ്റെ വാല്യൂ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കത് റീഡിസൈൻ ചെയ്യേണ്ടി വരും. റീഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഡിറ്റർമൈൻ ദ ന്യൂ ഇഫക്റ്റീവ് ഡെപ്ത്, പുതിയൊരു ഇഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കണം. അങ്ങനെ പുതിയൊരു ഇഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ദാറ്റ് ഇസ് വിഡ്ത്ത്, സ്പാന്, ലോഡ്, ദെൻ മൊമെൻറ്റ്, അത് കണ്ടിന്യൂ ചെയ്ത് വരും. ഓക്കെ, ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ റിവൈസ് ചെയ്തു പോയാൽ ബാക്കി സ്റ്റെപ്സ് എല്ലാം കണ്ടിന്യൂ ചെയ്യണം. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് സ്റ്റെപ്പ് നമ്പർ 7. നമ്മൾ ഓൾറെഡി ലോഡ് കണ്ടുപിടിച്ചു, മൊമെൻറ്റ് കണ്ടുപിടിച്ചു. അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് സ്റ്റെപ്പ് നമ്പർ 7 കറസ്പോണ്ടിങ് ടു ദ മൊമെൻറ്റ് MU എന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഏരിയ ഓഫ് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഈ മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ മൊമെൻറ്റിന് കറസ്പോണ്ടിങ് AST കണ്ടുപിടിക്കണം. AST കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആണെങ്കിൽ AST കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? MU = 0.87 F/AST D × 1 - F/AST FCK/BD. ഒരു ഇക്വേഷനിൽ ഈ ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് MU, FID, FCK ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ AST വിൽ റിമെയിൻ ആസ് അൺനോൺ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓൺ സോൾവിങ് ദാറ്റ് ഇക്വേഷൻ വി വിൽ ഗെറ്റ് AST റിക്വയർഡ്. നമ്മുടെ ഗിവൺ ലോഡിങ് കണ്ടീഷനും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻറ്റിനും തന്നിരിക്കുന്ന B, D ആൻഡ് L എഫക്റ്റീവ് ഇതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു ബീമിലോട്ട് വരുന്ന മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള AST റിക്വയർഡ് നമുക്ക് കിട്ടും. അപ്പോൾ ആ AST റിക്വയർഡിൽ നിന്ന് എത്ര നമ്പർ ഓഫ് ബാർ വേണമെന്നുള്ളത് കണ്ടുപിടിക്കുക. വിൽ അസ്യൂം എ വാല്യൂ ഓഫ് ബാർ, ഡയമീറ്റർ ഓഫ് ബാർ. ഓക്കെ, ആ വാല്യൂ അസ്യൂം ചെയ്തിട്ട് വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദ വാല്യൂ ഓഫ് നമ്പർ ഓഫ് ബാർ വിച്ച് ഇസ് ഗിവൺ ബൈ AST റിക്വയർഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് 1 ബാർ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബാർ കിട്ടും. സപ്പോസ് ഇറ്റ്സ് ഗെറ്റിംഗ് ഇഫ് വി ആർ ഗെറ്റിംഗ് ദ വാല്യൂ ഇസ് 2.14 ഓർ 2 something, വി ഹാവ് ടു റൗണ്ട് ഔട്ട് ദ നിയറസ്റ്റ് ഹോൾ നമ്പർ. ഓക്കെ, 3 something കിട്ടുമെങ്കിൽ നമ്മളത് 4 നമ്പർ ഓഫ് ബാർസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പം പുതിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള AST പ്രൊവൈഡഡ് കണ്ടുപിടിക്കുക. AST പ്രൊവൈഡഡ് എന്ന് പറയുമ്പോൾ നമ്പർ ഇൻറ്റു ഏരിയ ഓഫ് 1 ബാർ ചെയ്യുക. ഓക്കെ, നമ്പർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടും 3 point ഒക്കെയാണ് ഞാൻ പറഞ്ഞില്ലേ, റൗണ്ട് ചെയ്ത് 4ലോട്ട് എത്തിച്ചു. അപ്പോൾ 4 ഇൻറ്റു ഏരിയ ഓഫ് 1 ബാർ എത്രയാണ് നോക്കുക, അതായിരിക്കും നമുക്ക് AST പ്രൊവൈഡഡ് ആയിട്ട് വരാം. AST പ്രൊവൈഡിനെയും AST റിക്വയർഡിനെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുക. ആരായിരിക്കും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ കൊടുക്കുന്നതായിരിക്കും റിക്വയർഡിനേക്കാൾ കൂടുതലായിട്ട് വരേണ്ട. അപ്പോൾ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്യുക. ദെൻ
Then coming to step number 8, which is the design for shear. Okay, മൊമെൻറ്റ് കണ്ടുപിടിച്ചു, ഏരിയ ഓഫ് ടെൻഷൻ റീഎൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിച്ചു. അതായത് ബെൻഡിങ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മൾ ആരെ പ്രൊവൈഡ് ചെയ്തു? ടെൻഷൻ റീഎൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ മെയിൻ ലോഞ്ചിറ്റ്യൂഡിനൽ റീഎൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ലോഡ് കാരണം ബെൻഡിങ് മൊമെൻറ്റ് ഉണ്ടാകും. ബെൻഡിങ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള റീഎൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ആ ബീമിൽ എന്തുണ്ട്? ഷിയർ ഫോഴ്സ് ഉണ്ടാവും. ഈ ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷിയർ സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ? ആ ഷിയർ സ്റ്റിറപ്പിനെ ഡിസൈൻ ചെയ്യുന്നതാണ് സ്റ്റെപ്പ് നമ്പർ 8, ഡിസൈൻ ഫോർ ഷിയർ. നമ്മൾ ഓൾറെഡി സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസൈൻ ഫോർ ഷിയർ ഡിസ്കസ് ചെയ്തതാണ്. ദ സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നത്. ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ അൾട്ടിമേറ്റ് ഷിയർ ഫോഴ്സ്. ദെൻ അൾട്ടിമേറ്റ് ഷിയർ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോ വി കണ്ടുപിടിക്കുക. ദെൻ ടോ സി ആൻഡ് ടോ സി മാക്സ്, മാക്സിമം ഷിയർ റെസിസ്റ്റൻസ് വരെയുള്ള വാല്യൂസ് കണ്ടുപിടിക്കുക. കമ്പയർ ചെയ്യുക. ടോ വി ഇസ് കമ്പയർഡ് വിത്ത് ടോ സി ആൻഡ് ടോ സി മാക്സ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇഫ് ഷിയർ ഡിസൈൻ ഇസ് റിക്വയർഡ്, നമ്മൾ ആ ബാക്കി സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്യും. ഏതൊക്കെയാണ്? വി ഒ എസ്, ദെൻ എസ് വി, മിനിമം സ്പേസിങ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചെക്ക്. ആസ് യൂഷ്വൽ സ്റ്റെപ്പ് നമ്പർ 8 എന്ന് പറയുന്നത് ഇറ്റ്സ് കറസ്പോണ്ടിങ് ടു ദ സ്റ്റെപ്സ് വി ഫോളോഡ് ഇൻ സെക്കൻഡ് മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഡിസൈൻ ഫോർ ഷിയർ എന്നുള്ള ആ ഒരു ഡിസൈൻ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതൊന്ന് ജസ്റ്റ് റെഫർ ചെയ്യുക. അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ദെൻ കമ്മിങ് ടു സ്റ്റെപ്പ് നമ്പർ 9. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 7 AST, അതായത് ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് AST കണ്ടുപിടിച്ചിരുന്നു. അവിടെ AST പ്രൊവൈഡഡ് വരെ എത്തി നിർത്തി അല്ലേ? അതായത് നമ്മൾ ഷിയറിലോട്ട് ഒന്ന് പോയി. ഇനി നമുക്ക് ഒന്നുകൂടെ ഒരു ചെക്കും കൂടെ അവിടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്റ്റെപ്പ് നമ്പർ 8 ആയിട്ട് അത് ചെയ്യാം. എന്നിട്ട് സ്റ്റെപ്പ് നമ്പർ 9 എന്ന് പറഞ്ഞാൽ ഷിയറിലോട്ട് പോകാം. കുഴപ്പമില്ല. ഓക്കെ, ദാറ്റ് സ്റ്റെപ്പ് നമ്പർ 9 വിച്ച് ഡീൽസ് വിത്ത് ദ കാൽക്കുലേഷൻ ഓഫ് മിനിമം ആൻഡ് മാക്സിമം ഏരിയ ഓഫ് സ്റ്റീൽ. ആക്ച്വലി ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ചെക്ക് തന്നെയാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന AST എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ AST മിനിമം ആൻഡ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ AST മാക്സിമം. മിനിമം ASTനേക്കാളും കൂടുതലും മാക്സിമം ASTനേക്കാളും കുറഞ്ഞൊരു വാല്യൂയിൽ വേണം നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യാൻ? AST. അതിനൊരു ചെക്കാണ്. അപ്പോൾ അതിന് AST മിനിമത്തിൻ്റെയും മാക്സിമത്തിൻ്റെ ഇക്വേഷൻസ് നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാം. ഇറ്റ്സ് ഗിവൺ ബൈ ദ ക്ലോസ് 26.5.1 ഓഫ് IS 456/2000. ഈ ഒരു ക്ലോസ് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് കാണാം. അതിൻ്റെ വാല്യൂസ് കിട്ടും. നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന AST എന്ന് പറഞ്ഞാൽ മിനിമം ASTനേക്കാൾ കൂടുതലും മാക്സിമം ASTനേക്കാൾ കുറഞ്ഞൊരു വാല്യൂ വേണം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. ദെൻ കമ്മിങ് ടു സ്റ്റെപ്പ് നമ്പർ 10. ASTൻ്റെ ചെക്കെല്ലാം കഴിഞ്ഞു. അടുത്തൊരു ഡിഫ്ലക്ഷൻ ചെക്കും കൂടിയാണുള്ളത്. ഡിഫ്ലക്ഷൻ ചെക്ക് ഈസ് ആസ് പെർ IS ക്ലോസ് 23.2.1 ഓഫ് IS 456/2000. ഈ ഒരു ക്ലോസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് അല്ലേ? എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത് സെയിം ഈ ക്ലോസിൽ നമ്മൾ റെഫർ ചെയ്തത്. ഹിയർ ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീം ദ L/D റേഷ്യോ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20 ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടേഴ്സ്. ഓക്കെ, ഇങ്ങനെയാണ് ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത്. L/D ratio should not be greater than 20 into modification factors. മോഡിഫിക്കേഷൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ K1, K2 ആൻഡ് K3. അതെന്താണെന്നുള്ളത് ഞാൻ ഡിസ്കസ് ചെയ്യാം. ബട്ട് അതിന് മുന്നേ നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20. ആൻഡ് ഫോർ ദ കേസ് ഓഫ് കാൻറ്റിലിവർ ബീം ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 7. ആൻഡ് ഫോർ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് ബീം ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 26. ഈ മൂന്ന് വാല്യൂസ് ഓൾറെഡി നമ്മൾ കണ്ടാണ് 27 ആൻഡ് 26. ഈ മൂന്ന് വാല്യൂസ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ K1 എന്താണെന്നുള്ളത്. K1 മീൻസ് ഇറ്റ് ഈസ് എ മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ ടെൻഷൻ റീഎൻഫോഴ്സ്മെൻറ്റ്. ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ ടെൻഷൻ റീഎൻഫോഴ്സ്മെൻ്റ് ആണ് K1 എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഗിവൺ ഇൻ ഫിഗർ 4. ഇതുപോലെ തന്നെ കംപ്രഷൻ റീഎൻഫോഴ്സ്മെൻറ്റിനുള്ള മോഡിഫിക്കേഷൻ ഫാക്ടറാണ് K2. ദെൻ K3 എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിഡക്ഷൻ ഫാക്ടർ ഫോർ ഫ്ലാഞ്ച്ഡ് ബീം. ഫ്ലാഞ്ച്ഡ് ബീം ആണെങ്കിൽ അതിനുള്ള റിഡക്ഷൻ ഫാക്ടറാണ് K3 എന്ന് പറയുന്നത്. അപ്പോൾ K1, K2 ആൻഡ് K3 ഈ മൂന്നെണ്ണത്തിൻ്റെ വാല്യൂ നമുക്ക് 3 ഗ്രാഫ് ഉണ്ട്. ഗ്രാഫിൽ നിന്നാണ് എടുക്കുന്നത്. ദാറ്റ് ഇസ് ഫിഗർ 4, 5 ആൻഡ് 6 ഓഫ് IS 456/2000. ഈ ക്ലോസ് 23.2.1ൻ്റെ അതേ ഒരു പൊസിഷനിൽ തന്നെയുണ്ട് ഈ മൂന്ന് ഫിഗേഴ്സ്. ജസ്റ്റ് ഗ്രാഫ് എടുത്ത് നോക്കുക. അതിൽ നമുക്ക് K1, K2, K3ൻ്റെ വാല്യൂസ് ഡയറക്റ്റ് കിട്ടും. ദെൻ സ്റ്റെപ്പ് നമ്പർ 11 ദാറ്റ് ഇസ് എ കാൽക്കുലേഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് ലെങ്ത്. ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ സെക്കൻഡ് മൊഡ്യൂളാണ്. എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് ലെങ്ത് കണ്ടുപിടിക്കുക? 0.87 F/5 ഹോൾ ഡിവൈഡഡ് ബൈ 4 ടോ BD. അതിൽ നമുക്ക് ടോ BDയുടെ വാല്യൂ മോഡിഫൈ ചെയ്യണം അല്ലേ? ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഇറ്റ്സ് മോഡിഫൈഡ് ബേസ്ഡ് ഓൺ വെദർ ദ റീഎൻഫോഴ്സ്മെൻറ്റ് ഈസ് FE 450 ദെൻ കംപ്രഷൻ റീഎൻഫോഴ്സ്മെൻറ്റ്. ഈ രണ്ട് കേസിലാണ് നമ്മൾ ടോ BDനെ മോഡിഫൈ ചെയ്തെടുക്കേണ്ടത്. ഏതൊക്കെയാണ്? ഒന്ന് HYST ബാർ ആണെങ്കിൽ 2 കംപ്രഷൻ റീഎൻഫോഴ്സ്മെൻ്റ് ആണ്. ഒന്ന് ശ്രദ്ധിക്കുക ആ രണ്ട് കാര്യങ്ങൾ. ദെൻ വേറൊന്നും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല. ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ഡെവലപ്മെൻറ്റ് ലെങ്ത് കിട്ടും. നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡീറ്റെയിലിംഗ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിസൈന് ഫിഗറായിട്ട് വരയ്ക്കുകയാണ്. 2 ക്രോസ് സെക്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ മെയിനായിട്ട് ബീം വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ത്ത്, ഡെപ്ത്ത്
ആൻഡ് ഇഫക്റ്റീവ് സ്പാൻ. ഈ 3 കാര്യങ്ങളും ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവണം. അതുകൂടാണ്ട് ദ ഡയമെൻഷൻസ് ഓഫ് മെയിൻ ലോഞ്ചിറ്റ്യൂണൽ റീഎൻഫോഴ്സ്മെൻറ്റ് ബാർ, അതിൻ്റെ നമ്പർ സ്പെസിഫൈ ചെയ്തിരിക്കണം അലോങ് വിത്ത് ദ ഡയമീറ്റർ ഓഫ് ദ ബാർ. ഓക്കെ, അപ്പോൾ മെയിൻ ലോഞ്ചിറ്റ്യൂണൽ ബാറിൻ്റെ ഡയമീറ്ററും and the number of bars should be specified, and also that's given in yellow color. ആ യെല്ലോ കളറിൽ ഷോ ചെയ്തിരിക്കുന്നത് that is the main reinforcement bar for resisting the bending moment. Then you can see blue color, it denotes the stirrups, vertical means shear force നെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിറപ്സിൻ്റെ സ്പേസിങ് ആൻഡ് ഡയമീറ്റർ ഷുഡ് ബി സ്പെസിഫൈഡ് ഇൻ ദിസ് ഫിഗർ. Then we can discuss a design problem. ഒരു എക്സാമ്പിളായിട്ട് ഡിസൈൻ പ്രോബ്ലം പറഞ്ഞുതരാം. അത് ഒന്ന് ജസ്റ്റ് സെയിം എന്താ പറയുക, നമ്മുടെ പ്രൊസീജിയറിന് സെയിം തന്നെയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ പ്രൊസീജിയർ ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തവരാണെങ്കിൽ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. Let's discuss a question. A rectangular beam is to be simply supported on supports of 230 mm width. Clear span of the beam is 6 meter. The beam has got a width of 300 mm and a characteristic superimposed load of 12 kilonewton per meter. Use M20 grade concrete and Fe 415 steel. അപ്പോൾ നമുക്ക് ഓൾറെഡി ക്വസ്റ്റിന് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഗിവൺ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതും. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു സിംപ്ലി സപ്പോർട്ടഡ് റെക്റ്റാങ്കുലർ ബീമാണ് നമ്മളോട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഗിവൺ ബീമിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് അല്ലേ, എത്ര 300 mm തന്നിട്ടുണ്ട്. ഈ ബീമിനെ സപ്പോർട്ട് ചെയ്യുന്ന വാളിൻ്റെ സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് ദാറ്റ് ഈസ് 230 mm. ദെൻ അതിൽ വരുന്ന ലൈവ് ലോഡ് എന്ന് പറയുന്നത് 12 kilonewton per meter ആണ്. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റും സ്റ്റീലും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് നമ്പർ 2 നിന്ന് തുടങ്ങാം. ഏതാണ് സ്റ്റെപ്പ് നമ്പർ 2? ഡെപ്ത്ത് കണ്ടുപിടിക്കുക അല്ലേ. ഡെപ്ത്ത് കണ്ടുപിടിക്കാൻ നമുക്ക് L/D റേഷ്യോ 12ന് 15 ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഓൾറെഡി നമ്മൾ പ്രൊസീജിയറിൽ കണ്ടിരുന്നു. ക്ലോസ് 23.2.1 ഓഫ് IS 456/2000 ഒന്ന് റെഫർ ചെയ്യുക. എന്നിട്ട് നമ്മൾ L/12ഉം L/15ഉം കണ്ടുപിടിക്കും. L എന്ന് പറയുന്ന ക്ലിയർ സ്പാൻ തന്നെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6 മീറ്റർ എന്ന്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുമ്പം ഡെപ്ത്ത് എന്ന് പറയുന്നത് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ 500 and 400 mm. 500നും 400 mm ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കണം എന്ത് ഇഫക്റ്റീവ് ഡെപ്ത്ത് ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ടേക്കിംഗ് ദ വാല്യൂ 450. അപ്പോൾ നമ്മൾ നോക്കി വൈ നോട്ട് 400 നമുക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് എടുക്കാം. ബട്ട് ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കണം എന്നുള്ളൂ. ആൻഡ് മാക്സിമം ട്രൈ ടു യൂസ് 400, 450, 500, 550 അങ്ങനെയുള്ള വാല്യൂസ് യൂസ് ചെയ്യുക. അപ്പോൾ കാൽക്കുലേഷൻ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. Then take for this question we are taking the value of effective depth as 450 mm. Then we are assuming an effective cover. Effective depth ആയിരുന്നു ഫൈൻഡ് ഔട്ട് ചെയ്തത്. Effective depth means the depth from the top of the beam to the center of the tensile reinforcement. അതായിരുന്നു effective depth എന്ന് പറയുന്നത്. That is 450 mm. And now we will assume an effective cover. Effective cover എന്ന് പറയുന്നത് from the center of the reinforcement bar to the bottom. ആ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് let us assume as 50 mm. ഓക്കെ, അപ്പോൾ ഇഫക്റ്റീവ് കവറും ഇഫക്റ്റീവ് ഡെപ്തും അറിയാം. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഓവറോൾ ഡെപ്ത് എത്ര കിട്ടും? 450 + 50 will give you 500 mm as the overall depth. Then coming to step number 3, there is a calculation of effective span. ഓക്കെ, ഇനി സ്പാനും കൂടെയാണ് കണ്ടുപിടിക്കാനുള്ളത്. സ്പാൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഇസ് എ മിനിമം ഓഫ് these two values, that is either clear span plus effective depth or clear span plus support width. അപ്പോൾ നമുക്ക് ക്ലിയർ സ്പാൻ പ്ലസ് സപ്പോർട്ട് വിഡ്ത്തും ക്ലിയർ സ്പാൻ പ്ലസ് ഇഫക്റ്റീവ് ഡെപ്തിൻ്റെയും വാല്യൂസ് എത്രയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് 6450 and 6230 mm അല്ലേ. ക്വസ്റ്റനിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഈ രണ്ടെണ്ണത്തിൻ്റെ മിനിമം വാല്യൂ ആണ് എടുക്കുക. മിനിമം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 6230 mm ആണ് മിനിമം വാല്യൂ ആയിട്ട് വരിക. അപ്പോൾ അതാണ് എഫക്റ്റീവ് സ്പാൻ. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി സ്റ്റെപ്പ് 1 ഗിവൺ ഡീറ്റെയിൽസ് ആയിരുന്നു. 2, 3 and 4 എന്ന് പറയുമ്പം എന്തായിരുന്നു? ഡെപ്ത്ത്, വിഡ്ത്ത് ആൻഡ് ലെങ്ത്, ഈ 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിരുന്നു. അതിൽ ഓൾറെഡി വിഡ്ത്ത് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ സ്കിപ്പ് ദാറ്റ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് നമ്പർ 3 നമ്മൾ സ്കിപ്പ് ചെയ്ത് വി ആർ ടേക്കിംഗ് ദ എഫക്റ്റീവ് സ്പാൻ ആസ് സ്റ്റെപ്പ് നമ്പർ 3. അപ്പോൾ നമുക്ക് ആ 3 ഡയമെൻഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ്സ് ഗിവൺ ദ ക്വസ്റ്റ്യൻ യു ക്യാൻ സ്കിപ്പ് ദാറ്റ് സ്റ്റെപ്പ്. In certain questions that effective depth may be directly given, then you can skip that particular step. ഇപ്പോൾ ഏതാണ് തന്നിരിക്കുന്നത് അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം, അല്ലാത്തത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 ഡയമെൻഷൻസ് ആയി. അടുത്തെന്താണ്? ലോഡ് കണ്ടുപിടിക്കണം. ലോഡ് കണ്ടുപിടിക്കാൻ ലൈവ് ലോഡ് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സൂപ്പർ ഇമ്പോസ്ഡ് ക്യാരക്ടറിസ്റ്റിക് സൂപ്പർ ഇമ്പോസ് ലോഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ ലൈവ് ലോഡ്. ഓക്കെ, സൂപ്പർ ഇമ്പോസ് ലോഡ് എന്ന് പറയുന്നത് എന്താണ്? ലൈവ് ലോഡ് തന്നെയാണ്. ദെൻ ഡെഡ് ലോഡ് കണ്ടുപിടിക്കുക. റോ ബി ഡി, റോയിൻ്റെ വാല്യൂ 25 ആണ്. ബി ആൻഡ് ഡി എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദ വാല്യൂ 3.75 ആസ് യുവർ ഡെഡ് ലോഡ്. ദെൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ ലോഡ് ആസ് എ സം ഓഫ് ഡെഡ് ലോഡ് ആൻഡ് ലൈവ് ലോഡ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ലോഡിൻ്റെ വാല്യൂ കിട്ടും. ദെൻ വി ഹാവ് ടു
ഫൈൻഡ് ഔട്ട് ദ അൾട്ടിമേറ്റ് ലോഡ്. ടോട്ടൽ ലോഡിനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we'll get that ultimate load as 23.625 kilonewton per meter. ഓക്കെ, അപ്പോൾ നമുക്ക് ലോഡ് വരെ കിട്ടി. നമുക്ക് ഗിവൺ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു, 3 ജോമെട്രിക്കൽ ഡയമെൻഷൻസ് ആയി, ലോഡായി. അടുത്ത എന്താണ്? ബെൻഡിങ് മൊമെൻ്റ് ആണ്. അപ്പം മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ODL വരുമ്പോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? WL²/8. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മൊമെൻറ്റിൻ്റെ വാല്യൂ കിട്ടും. 114.619 കിലോന്യൂട്ടൺ മീറ്റർ എന്ന മൊമെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുവരെ ഉള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൊമെൻറ്റ് വരെ കണ്ടുപിടിച്ചു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ദാറ്റ് ഇസ് WL²/8 യൂസ് ചെയ്ത് മൊമെൻറ്റ് കിട്ടി. അടുത്തത് ലിമിറ്റിംഗ് മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലിമിറ്റിംഗ് മൊമെൻറ്റ് ഫോർ 3 ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഓഫ് സ്റ്റീൽ ഓൾറെഡി ഗിവൺ ഇൻ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോർ FE 415 MU ലിമിറ്റ് ബൈ FCK BD² is equal to 0.138. On substituting the value, we can find out the value of MU limit. MU ലിമിറ്റിൻ്റെ വാല്യൂ 167.67 kilonewton meter എന്ന് കിട്ടും. കമ്പയർ ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ വിത്ത് MU. ദെൻ MU ലിമിറ്റും കൂടെ കമ്പയർ ചെയ്യുക. വി ഗോട്ട് MU ലെസ് ദാൻ MU ലിമിറ്റ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണ്, നമുക്ക് അങ്ങനെ തന്നെ പോകാം. ഇഫ് MU is greater than MU limit, MU greater than MU limit ആണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ. ഓവർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെങ്കിൽ എന്തു ചെയ്യണം? ഇഫക്റ്റീവ് ഡെപ്ത് കൂട്ടിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അത് നേരെ തിരിഞ്ഞായിരുന്നു വന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഇഫക്റ്റീവ് ഡെപ്ത് കൂട്ടിയിട്ട് ദെൻ എന്ത് ചെയ്യണം? എഫക്റ്റീവ് സ്പാൻ മാറ്റും, ദെൻ ലോഡ് മാറും, മൊമെൻറ്റ് മാറും. അങ്ങനെ ആ സ്റ്റെപ്പിലെല്ലാം വി ഹാവ് ടു കണ്ടിന്യൂ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കേസിൽ ഇറ്റ് സേഫ്. MU is less than MU limit. That means the section is an under reinforced section. So we can go to next step. അപ്പം മൊമെൻറ്റ് കണ്ടുപിടിച്ച് ലോഡായി, മൊമെൻറ്റായി. ഇനി മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിനുള്ള ഇക്വേഷൻ ഇതാണ്. 0.87 FI AST D × 1 - FI. നമുക്ക് ഓൾറെഡി ഇക്വേഷൻസ് നമ്മൾ കണ്ടതാണ് അല്ലേ? അപ്പോൾ ആ ഒരു ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ AST നമുക്ക് അൺനോൺ ആണ്, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ASTൻ്റെ വാല്യൂ കിട്ടും 805.09 mm². ഓക്കെ, ASTൻ്റെ വാല്യൂ ഇപ്പോൾ നമുക്ക് 2 വാല്യൂസ് കിട്ടും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ. അതിലേത് വാല്യൂസാണ് എടുക്കേണ്ടത്? 2 വാല്യൂവിൽ ചെറിയ വാല്യൂ എടുക്കണം. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 600 mm² ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 2000. ഒരു 2000-3000 mm കൂടുതൽ AST ഒന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ദെൻ വി ഹാവ് ടു അഡോപ്റ്റ് ദ ബാർ ഡയമീറ്റർ 20 mm. അത് നമുക്ക് ഇഷ്ടമുള്ള ബാർ ഡയമീറ്റർ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് ബാർ കണ്ടുപിടിച്ചു. ദെൻ AST പ്രൊവൈഡറും കണ്ടുപിടിക്കും. എന്നിട്ട് ചെക്ക് ചെയ്യുക. AST പ്രൊവൈഡറും AST റിക്വയർഡും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? മിനിമം ആൻഡ് മാക്സിമം AST ഓൾറെഡി പറഞ്ഞാണ്. ക്ലോസ് 26.5.1.1 ഇക്വേഷൻസ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ASTയുടെ വാല്യൂ കണ്ടുപിടിക്കുക. മിനിമത്തിനേക്കാളും മാക്സിമത്തിനേക്കാളും ഇൻ ബിറ്റ്വീൻ ആണോ നോക്കുക. മീൻസ് AST പ്രൊവൈഡർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സേഫ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കുക. ദെൻ സ്റ്റെപ്പ് 8 ഡിസൈൻ ഫോർ ഷിയർ. ഓൾറെഡി ഡിസ്കസ് ഇൻ സെക്കൻഡ് മൊഡ്യൂൾ. യു ക്യാൻ ഡു ആൻഡ് യു വിൽ ഗെറ്റ് ദ വാല്യൂസ് ആസ് ഫോളോസ്. ആൻഡ് ഹിയർ വി ഗോട്ട് ടോ വി ഈസ് ഗ്രേറ്റർ ദാൻ ടോ സി ലെസ് ദാൻ ടോ സി മാക്സ്. ഹെൻസ് ദ ഷിയർ ഡിസൈൻ ഈസ് റിക്വയർഡ്. അപ്പോൾ നമുക്ക് VUS കണ്ടുപിടിക്കുക, സ്പേസിങ് നോക്കാം, അതിൻ്റെ ചെക്ക് ചെയ്യാം. ഇതെല്ലാം ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. Then coming to the next step, that is the check for deflection. Check for deflection 23.2.1 ക്ലോസിൽ നോക്കുക. L/D ratio should not be greater than 20 into K1, K2 and K3. Okay. And L/D ratio എന്ന് പറഞ്ഞാൽ 13.884 ആണ് ഈ ക്വസ്റ്റ്യനിൽ കിട്ടിയത്. മോഡിഫിക്കേഷൻ ഫാക്ടർ ഫോർ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഫിഗർ 4 നോക്കാം. അവിടെ FSൻ്റെ വാല്യൂ ആദ്യം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. FS എന്ന് പറഞ്ഞാൽ 205.612 Nm/mm² ആണ്. കറസ്പോണ്ടിങ് K1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.3 ആണ്. ദെൻ L/D ratio ഷുഡ് നോട്ട് ബി ലെസ് ദാൻ എന്താണ് 26. അതായത് 13.84 ലെസ് ഗ്രേറ്റർ ദാൻ 26 ആണ്. അതുകൊണ്ട് ഡിഫ്ലക്ഷൻ ചെക്ക് സാറ്റിസ്ഫൈഡ് ആണ്, സേഫ് ആണ്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് ഡെവലപ്മെൻറ്റ് ലെങ്ത്ത്. ഇവിടെ നമുക്ക് HYST ബാർ ആയതുകൊണ്ട് തന്നെ ടോ BD 60% ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. ആ 60% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പുതിയ ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് നമുക്ക് കിട്ടും. ദെൻ ആസ് പെർ ദ ഗിവൺ എന്താ പറയുക ഇതുവരെ ചെയ്ത ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിലിംഗ് വരയ്ക്കുക. ലെങ്ത്ത്
ഡെപ്ത്ത്, ബ്രെഡ്ത്ത്, ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്യുക. ആൻഡ് വി ആർ പ്രൊവൈഡിങ് 3 നമ്പർ ഓഫ് 20 mm ബാർസ് ഓഫ് ദ മെയിൻ ഡയമീറ്റർ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ, അതും പ്രോ കാണിക്കുക. സ്റ്റിറപ്പിൻ്റെ ഡീറ്റെയിൽസും പ്രോ കാണിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. ഇതാണ് ഡിസൈനിൻ്റെ എൻഡ് എന്ന് പറയുന്നത്.